chapter 6, 8 to 11. മതിയാകും. ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ചില ആഴ്ചകൾ, 1-2 ആഴ്ചകൾ ചിന്തിക്കുകയുണ്ടായി. വീണ്ടും പൗലോസ്ലീഹ അതിനെക്കുറിച്ച് തന്നെ ഈ ഭാഗത്ത് വിവരിക്കുന്നു. ആകയാൽ അതിനോടനുബന്ധമായി തുടർന്ന ചില കാര്യങ്ങളിലൂടെ ശ്രദ്ധിപ്പാനായിട്ട് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പൗലോസിൻ്റെ വ്യക്തമാകുന്ന ധാരണയും ഉറപ്പും ബോധ്യവും ദൈവസഭയെന്നുള്ളത് വരുവാനുള്ളതാകുന്ന പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ, ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ പ്രായോഗികമാകുന്ന, പ്രയോജനകരമാകുന്ന ആ പ്രത്യാശ നമുക്കുണ്ടെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയത്തക്കതുപോലെയുള്ള ജീവിതം നയിക്കുന്ന സമൂഹമാണ് ദൈവസഭയെന്നുള്ള ഉറച്ച ബോധ്യം ഈ വിശുദ്ധ അപ്പോസ്തലനുണ്ട്. അത് തൻ്റെ എഴുത്തുകളിൽ ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വരുവാനുള്ള പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ജീവിക്കുന്ന സമൂഹമാണ് ദൈവസഭയെന്നുള്ള കാര്യത്തിൽ യാതൊരു ആശയക്കുഴപ്പവും തനിക്കില്ല. വളരെ വ്യക്തമായിട്ട് ആ കാര്യം ദൈവമക്കളെ താൻ പ്രബോധിപ്പിക്കുന്നുണ്ട്. എന്നാൽ കൊരിന്തിലുള്ളതാകുന്ന പ്രശ്നം, അവിശ്വാസികളുടെ നടുവിൽ അങ്ങനെ ദൈവത്തിൻ്റെ സമൂഹമായിട്ട് വരുവാനുള്ളതാകുന്ന പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വേർപാടോടെ, വിശുദ്ധിയോടെ, ലോകക്കാരിൽ നിന്നും വ്യത്യസ്തരായി ജീവിക്കേണ്ട സമൂഹമായിട്ട് നിലനിൽക്കുന്നതിന് പകരം ഇന്ന് ദൈവസഭയെന്ന് പേർ വിളിക്കപ്പെട്ടിരിക്കുന്ന സമൂഹം ലൗകികരുടെ വഴി പഠിക്കുകയും ലൗകികതയും ലോകത്തിൻ്റെ ചിന്തകളും ലോകത്തിൻ്റെ സകല തത്വങ്ങളും ലോകത്തിൻ്റെ സകലവിധമാകുന്ന പൈശാചിക വഞ്ചനകളും സഭയിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്ന ഒരു സമൂഹമായിട്ട് ദൈവസഭ അധപ്പതിച്ചതിനെ പൗലോസ്ലീഹ ഇവിടെ കാണുകയാണ്. ആ വിഷയമാണ്. പെട്ടെന്ന് അഡോറിങ് അടിച്ചേര് പ്ലീസ്. ദൈവവചന ശുശ്രൂഷയിൽ ദയവായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യരുത്. അതിന് മുൻപായിട്ട് പ്ലീസ് സഹോദരന്മാർ ആ കാര്യം ചെയ്യണം പ്ലീസ്. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ലോകത്തിൽ നിന്നും വ്യത്യസ്തരായിട്ട് ഗോഡ്സ് ആൾട്ടർനേറ്റീവ്. പ്രിയമുള്ളവരെ, ലോകക്കാരോട് ചേരുന്നതും ലോകത്തിൻ്റെ വഴി പഠിക്കുന്നതും ലോകത്തിൻ്റെ തത്വങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുമല്ല ദൈവസഭ ലോകത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്. ആ കാര്യം വ്യക്തമായിരിക്കണം. ലോകത്തിൻ്റെ വഴി പഠിക്കുന്നതിലല്ല, ലോകത്തിൻ്റെതാകുന്ന സമ്പ്രദായങ്ങൾ ഇങ്ങോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ലോകക്കാരെ നേടാമെന്ന ചിന്ത വിട്ടുകളയണം. അങ്ങനല്ല ദൈവം വിഭാവനം ചെയ്തത്. നേരെ മറിച്ച് യേശു ക്രിസ്തു പഠിപ്പിച്ചത് അങ്ങനെയല്ല, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഇന്ന് പലരുടെയും ചിന്ത എന്നാണെന്നറിയാമോ? ലോകത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകക്കാരെ നേടാവുന്ന. അങ്ങനല്ല, അത് വെറും തെറ്റാ. അങ്ങനെ നേടുന്നവൻ ലോകത്തിൻ്റെ സകല, അതുകൊണ്ടല്ലേ ഇന്ന് എനിക്കിതങ്ങോട്ട് മനസ്സിലാകുന്ന, ഐ സിംപ്ലി കനോട്ട് അണ്ടർസ്റ്റാൻഡ്.
കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഇവിടുത്തെ കാര്യം ഞാൻ പറയുന്നില്ല, ഞങ്ങൾ പാർത്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ വേലയിലായിരുന്ന മഹാരാഷ്ട്രയിൽ അവിടെയുള്ള യവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടന ഒരു കാര്യം ചെയ്തു. കോളേജ് സ്റ്റുഡൻസിന് റോക്ക് മ്യൂസിക്കൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ക്രിസ്ത്യൻ റോക്ക്, ഞാനത് കാണാൻ വേണ്ടി പോയി. അപ്പം പാറ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് വന്നത് നടത്തുന്നത്. പാറ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് പാറ എന്നുള്ളത്. അതിൻ്റെ ലോങ് ഫോം ഉണ്ട്, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ നോക്കിയപ്പം ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിരുന്ന് ഒരു ചെറിയ ഷോർട്ട്സൊക്കെ ഇട്ട് അവൻ ഉടുപ്പെല്ലാം ഊരി. ആദ്യമേ ഉടുപ്പൊക്കെ ഊരി. പിന്നെ മുടിയുടെ കാര്യമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അവൻ്റെ തല ഇവിടുന്ന് ഇളകിപ്പോകുമോ എന്ന് എനിക്ക് തോന്നി. അതുപോലാണ് അടിക്കുന്നത്. കുറേ കോളേജ് സ്റ്റുഡൻസ് പാനൊക്കെ ചവച്ചുകൊണ്ട് അതിനകത്ത് ഇരിപ്പുണ്ട്. അവരും ഭയങ്കര ഹാലിളകി അങ്ങാർത്തട്ടഹസിക്കുക. ഇന്ന് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു. ഒരാൾ പോലും കർത്താവിലേക്ക് വന്നില്ല. ഒറ്റ വ്യക്തി പോലും കർത്താവിലേക്ക് വന്നില്ല. എനിക്കത് ഉറപ്പോടെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ചിന്ത ലോകത്തിൻ്റെ വഴി ഇങ്ങോട്ട് പഠിച്ചാൽ ലോകക്കാരെ ആകർഷിക്കാമെന്ന. അതിനാ ലോകത്തിൻ്റെ ഒത്തിരി വഴി പിശാച് വഞ്ചിച്ച് നമ്മുടെ ഇടയിൽ കൊണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ലോകത്തിൻ്റെ വഴിയിലല്ല ലോകക്കാരെ നേടേണ്ടത്. ലോകത്തിൽ നിന്നും വ്യത്യസ്തരായിരുന്നതിൽ കൂടെ മാത്രമേ ലോകക്കാരെ നേടാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോഴോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെല്ലുമ്പോഴോ ഒരു ബ്രിഡ്ജിന് വേണ്ടി, ഒരു പാലം പണിയാൻ വേണ്ടി, അത് അങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് ചില ദൈവഭൃത്യന്മാർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹഡ്സൺ ടൈലർ ചൈനയിൽ ചെന്ന് അനേക വർഷങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരുന്നപ്പോൾ ആദ്യം താൻ ചെയ്തത് അവരുടെ വേഷം താൻ ധരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. താൻ ഒരു യൂറോപ്യൻ വേഷവും ധരിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് അവർ അംഗീകരിക്കുന്നില്ല. ആകട്ടെ, അത് എക്സെപ്ഷനാണ്. പക്ഷേ അവരെ അവരുടേതാകുന്ന സാഹചര്യത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് നയിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന അങ്ങനല്ല. ലോകക്കാരെ നേടാനെന്ന വ്യാജേന ലോകക്കാരെക്കാളും കഷ്ടമായി ദൈവസഭയെ അധപ്പതിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കൊരിന്തിൽ ഇതാ സംഭവിക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചത്? ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെതിരെ ഏതോ ഒരു പ്രയാസം തോന്നി. അവൻ ചെയ്തത് എന്നാണെന്നറിയാമോ? മറ്റേ സഹോദരനെതിരെ കേസ് കൊടുത്തു. അതാ സംഭവം. പൗലോസ് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ കുറവ് പരിഹരിപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലയോ? പൗലോസ് അല്പം സർക്കാസമൊക്കെ ഉപയോഗിക്കുക. കാരണം ഇവർ ജ്ഞാനികളാണെന്നാണല്ലോ പറയുന്നത്. ഇവർ ജ്ഞാനികളാ. അപ്പോൾ പൗലോസ് അവരോട് ചോദിക്കുക, നിങ്ങളുടെ ഇടയിൽ ഒരു ജ്ഞാനിയുമില്ലേ ഇതൊന്ന് പരിഹരിക്കാൻ? എന്നിട്ട് പറയുക, അങ്ങനെ നിങ്ങൾ പോകുന്നതിനേക്കാളും നല്ലത് അന്യായം സഹിക്കേണ്ടതായിരുന്നു. ഇതാ പൗലോസിൻ്റെ ഉപദേശം. വേദപുസ്തകത്തിൻ്റെ ഉപദേശം ഇത് തന്നെയാണ്. അതിനൊരു മാറ്റമില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പൗലോസ് ഈ കാര്യം തുടർന്ന് പറയുന്നത്. ഈ കാര്യം, ഈ പ്രത്യേക സംഭവം എടുത്തു പറഞ്ഞിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം, വഞ്ചിക്കപ്പെടരുത്. അന്യായം ചെയ്യുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. അപ്പോൾ ലോകത്തിൻ്റെ വഴി പഠിക്കുകയും ലോകത്തിൻ്റെ വഴിയെ നടക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളത് ഖണ്ഡിതമായ വാക്കുകളാണ്. ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുമെന്ന് ഉള്ള ചിന്തയിലാണ് പോകുന്നതെങ്കിൽ പൗലോസിൻ്റെ മുന്നറിയിപ്പ്, വഞ്ചിക്കപ്പെടരുത്.
ഈ വേദഭാഗത്തെ ആ പ്രത്യേക ഭാഗം നമ്മളൊന്ന്, അല്ലെങ്കിൽ ആ പ്രത്യേക സന്ദേശം നമ്മൾ വളരെ വ്യക്തതയോടെ ശ്രദ്ധിക്കണം. സ്തോത്രം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ? എല്ലാവരും ഇവിടെ ദയവായിട്ട് ശ്രദ്ധിക്കണേ. കാരണം ഈ വഞ്ചിക്കപ്പെടരുത്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഖണ്ഡിതമാണ്. ശ്രദ്ധിച്ചേ, ഖണ്ഡിതമാണ്. ഞാൻ പറഞ്ഞു, ദൈവരാജ്യം എന്നുള്ളത് ഒരു പ്രസന്റ് റിയാലിറ്റിയും ഒരു ഫ്യൂച്ചർ ഹോപ്പുമാണ്. ഇവിടെ ആ വരുവാനുള്ള പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടു പ്രസന്റ് റിയാലിറ്റി, ഇപ്പോഴുള്ളതാകുന്ന കാര്യം. എന്നാൽ വരുവാനുള്ള കാര്യം, അതിനെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് വ്യക്തതയോടെ പറയുന്ന കാര്യം, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഡു നോട്ട് ബി ഡിസീവ്ഡ്. ഈ വഞ്ചിക്കപ്പെടരുതെന്ന് ആവർത്തിച്ച് പൗലോസ് ലീഹ തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ലെങ്കിലും ഒരു വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് തന്നെ മടങ്ങി വരാം. ഇതേ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന് 33-ാം വാക്യം വായിച്ചേ. 1 കൊരിന്ത്യൻസ്, ദയവായിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യൻസ് 15:33. വഞ്ചിക്കപ്പെടരുത്. ആ പ്രത്യേക കൊട്ടേഷൻ അത്ര മലയാളത്തിൽ അത്ര വ്യക്തമല്ല. ഇംഗ്ലീഷിൽ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ. ഡു നോട്ട് ബി ഡിസീവ്ഡ്. ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മുടെ ചിന്ത, നമ്മൾ ബാഡ് കമ്പനിയിൽ ചെന്നാൽ നമുക്കൊരു പ്രശ്നമില്ല, എന്നെ അത് അശുദ്ധപ്പെടുത്തുകയില്ലെന്നുള്ള ചിന്തയാണ്. പൗലോസ് പറയുക, ഡു നോട്ട് ബി ഡിസീവ്ഡ്. വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇറ്റ് കറപ്റ്റ്സ്. അത് കറപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് വഞ്ചിക്കപ്പെട്ടു പോകരുതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുർനടപ്പുകാരോട് സംസർഗം അരുത്. എന്നിട്ട് പറഞ്ഞു, ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടല്ല. കാരണം ഈ ലോകത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് തെറ്റുമല്ല. യേശു കർത്താവിനെ കുറിച്ച് എന്നാ പറഞ്ഞേ? ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്നാണ് യേശുവിനെ വിളിച്ചത്. അപ്പം ഈ ലോകപ്രകാരമുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ പലരോട് സ്നേഹബന്ധമുള്ളത് തെറ്റൊന്നുമല്ല. വേദപുസ്തകം അത് വിലക്കുന്നുമില്ല. എന്നാൽ പ്രശ്നം അവിടെയല്ലിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ലൗകികമായത് മാത്രം ചിന്തിക്കുന്ന ആരുമാകട്ടെ, അവർ സഭയിലുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ, അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ എവിടെയാണ്, where we have to draw the line, അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറയാം, അവരുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിൽ അവർ നമ്മെ ലോകത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തോന്നിയാൽ ആ നിമിഷം അവിടെ നിന്ന് നമ്മൾ ഓടണം. നേരെ മറിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിൽ അവൻ കർത്താവിങ്കിലേക്ക് വരുന്നെങ്കിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. ആ ഫ്രണ്ട്ഷിപ്പ് തുടരണം. അപ്പം മനസ്സിലാകണം, ലോകത്തിൻ്റെ ലൗകികമാകുന്ന നിലയിൽ ചിന്തിപ്പാനും ആത്മീകമല്ല ലൗകിക ചിന്തകളും ലോകത്തിൻ്റെ വഴികളും നമ്മിലേക്ക് സ്വാധീനം ചെലുത്തുന്ന സൗഹൃദ ബന്ധമാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ചിന്തിക്കരുത് ആ സൗഹൃദ ബന്ധത്തിൽ നമുക്ക് തുടരാമെന്ന്. അതാണ് പൗലോസ് പറയുന്നത്,
ഡു നോട്ട് ബി ഡിസീവ്ഡ്. വഞ്ചിക്കപ്പെട്ടു പോകരുത്. അങ്ങനെയുള്ളതാകുന്ന സൗഹൃദ ബന്ധങ്ങളിൽ തുടരുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യാമെന്ന് ആരും കരുതരുത്. വഞ്ചിക്കപ്പെടരുത്. അപ്പം വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള വേറെ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് തന്നെ പറയാനായിട്ട് ദൈവവചനം വിശേഷിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതെൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം, the wicked will not inherit the kingdom of heaven, the kingdom of God. അന്യായം ചെയ്യുന്നവൻ, ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ, ദുർനടപ്പുകാരൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിശ്ചയമായിട്ടും ദുർനടപ്പ് ചെയ്യുന്ന ആരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. അവിശ്വാസികൾ ആരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. കാരണം അവിശ്വാസികളല്ലേ ദൈവരാജ്യം അവകാശമാക്കാത്തത്. ദൈവസഭയുമായിട്ട് ബന്ധമില്ലാത്തവരല്ലേ ദൈവരാജ്യം അവകാശമാക്കാത്തത്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ കർത്താവിനെ ഏറ്റുപറഞ്ഞവരാ, നമ്മൾ സ്നാനപ്പെട്ടവരാ, നമ്മൾ പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. പൗലോസ് പറയുന്നത് അങ്ങനെയുള്ളവരുടെ കാര്യമല്ല താൻ പറയുന്നത്. അവർ ഓൾറെഡി ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇവിടെ മുന്നറിയിപ്പ് തരുന്നത് 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളെ തന്നെ. അപ്പം ആരോടാ ഇത് പറയുന്നത്? കൊരിന്തിലുള്ള സഭയോടാ പറയുന്നത്. ഒരു കൃപാവരത്തിലും കുറവില്ലെന്ന് 1-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയ സഭയോട് പറയുകയാണ്, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. എന്നിട്ട് ഒരു ലിസ്റ്റ് താൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ലോകത്തിലെ ദുർനടപ്പുകാർ ദൈവരാജ്യം അവകാശമാക്കിയല്ല, സംശയമില്ല, ഒരു സംശയമില്ല. എന്നാൽ ദൈവസഭയിലെ ദുർനടപ്പുകാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. അതാ നമ്മുടെ വിഷയം. ദൈവസഭയിലെ ദുർനടപ്പുകാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. എന്തുകൊണ്ടാക്കിയില്ല? അതിൻ്റെ 5-ാമത്തെ അധ്യായം. ഈ ദുർനടപ്പുകാരെന്ന് പറഞ്ഞാൽ ആരാ? 5:11. ശ്രദ്ധിച്ചേ, സഹോദരൻ എന്ന പേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനായാൽ. അപ്പൊ Paul is concerned about the wicked people inside the church, not outside the church. And that is why he warns them, do not be deceived. അപ്പൊ പുറത്തുള്ള ദുർനടപ്പുകാരുടെ കാര്യം അല്ല പൗലോസ് പറയുന്നത്. പിന്നെ എവിടെ ഉള്ളതാ? അകത്തുള്ള ദുർനടപ്പുകാർ. പ്രിയരെ, നമുക്കൊത്തിരി നമ്മൾ കേൾക്കുന്ന കാര്യത്തിൽ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നും ഈ ദാവീദിനെ കുറിച്ചാണ് കേൾക്കുന്നേ, പഴയ നിയമത്തിൽ നിന്ന്. ആ കാലമേ വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഇന്ന് പലരും ദാവീദിനെയാണ് പല കാര്യത്തിലും മാതൃകയാക്കിയേക്കുന്നത്. എന്നാൽ ഞാൻ വീണ്ടും പറയട്ടെ, നമ്മൾ മാതൃകയാക്കാൻ നല്ല ഗുണങ്ങൾ പഠിക്കാനുള്ള ഒത്തിരി വിശുദ്ധന്മാർ പഴയ നിയമത്തിലും ഉണ്ടെങ്കിലും മാതൃകയാക്കേണ്ടത് ഒരുവനെയാ. അത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന യേശു ക്രിസ്തു. യേശുവിനെയാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ തന്നെ ബേസിക്കായിട്ട് നമുക്ക് പ്രശ്നങ്ങളാണ്. അല്ല, എന്നും പഴയ നിയമത്തിലെ അനുഗ്രഹവും പഴയ നിയമത്തിലെ വീഴ്ചയും പഴയ നിയമത്തിലെ ശത്രു സംഹാരവും തകർക്കുന്ന ഈ ദുഷ്ടഭുജത്തെ എന്ന് പറഞ്ഞ് അടിച്ച് തകർത്ത് പാടാനൊക്കെയാണ് നമുക്കിഷ്ടം.
എന്നാൽ പുതിയ നിയമത്തിലെ പോലെ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യാൻ സമ്പൂർണമായി എന്നെ തരുന്നെന്ന് പാടുന്ന പാട്ട് നമുക്ക് അറിയത്ത് പോലും ഇല്ലല്ലോ, പുതിയ നിയമത്തിൻ്റെ പാട്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം ദൈവസഭയിലുണ്ടാവും. ഇത് പിശാചിന് വലിയ ഡിസപ്ഷനാണ്. എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ദുർനടപ്പുകാർ, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് ഞാൻ വളരെ കൺവിക്ഷനോടെ പറയുന്നു. അതിൻ്റെ 11-ാം വാക്യം ശ്രദ്ധിച്ചാൽ പൗലോസ് പറയുന്നത്, അവരോട് പറയുക, നിങ്ങളിലും ചിലർ ഈ വകക്കാരായിരുന്നു. നിങ്ങളിപ്പോൾ എന്തായി തീർന്നു? യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. പക്ഷെങ്കിൽ ഡു നോട്ട് വാക്ക് ആസ് ദ വേൾഡ് വാക്സ്. ലോകം നടക്കുന്നത് പോലെ നടക്കരുത്. ലോകത്തിൻ്റെ ബിഹേവിയർ അല്ല നമുക്ക് ആവശ്യം. അതാ പൗലോസ് പറയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളും ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിലാകപ്പെടും. അപ്പോൾ ആ കാര്യമാണ് പൗലോസ് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ വളരെ ഗൗരവമായിട്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ഞാൻ വാക്യങ്ങൾ വായിച്ചങ്ങ് പോകുകയാണ്. അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യർ വായിച്ചു. ദന്തപക്ഷമല്ല, ദ്വന്ദ്വപക്ഷം. യെസ്, എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ആരോടാ എഴുതിയേ? ആർക്കാ എഴുതിയേ? ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്കാ. എന്നിട്ട് പറഞ്ഞു, ജഡമെന്നുള്ളത് പറയുന്നത് കാണാൻ കഴിയുന്ന കാര്യമല്ല. ജഡമെന്ന് പറഞ്ഞാൽ എന്താ? ജഡമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡ് അല്ല, നമ്മുടെ ഓൾഡ് സിൻഫുൾ നേച്ചർ. അത് കാണാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ ഈ വകയാണ് അതിൻ്റെ പ്രവർത്തികളെന്ന് തെളിയുന്നു. ജഡത്തെ കാണാൻ കഴിയുന്നില്ല, പക്ഷെ ജഡത്തിൻ്റെ പ്രവർത്തികൾ തെളിയിക്കപ്പെടുന്നു. എന്തൊക്കെയാ ജഡത്തിൻ്റെ പ്രവർത്തികൾ? യെസ്, ശ്രദ്ധിക്കണേ. അപ്പോൾ അത് ഓരോന്നും ഞാനത് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പ്ലെയിൻ സ്ക്രിപ്ചറാ. ഈ വളരെ പ്രാധാന്യമുള്ള ഒരു വേദഭാഗവും യാതൊരു വ്യാഖ്യാനവും കൂടാതെ അക്ഷരം വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാകത്തക്കതുപോലെ ഇട്ടേക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രാധാന്യമുള്ള വേദഭാഗങ്ങളൊന്നും തന്നെ ഒരു വ്യാഖ്യാനയുടെയും ആവശ്യമില്ല, ഒരു കമൻട്രിയുടെയും ആവശ്യമില്ല, ഒരു ബുക്കിൻ്റെയും ആവശ്യമില്ല. എന്തുകൊണ്ടാ? കാരണം ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓരോന്നും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതി. നമ്മളെ തന്നെ ശോധന ചെയ്യണം. അപ്പം ജഡമെന്നുള്ളത് അത് മറഞ്ഞിരിക്കുന്നതും കാണാനും കഴിയാത്തതാണെങ്കിലും ജഡത്തിൻ്റെ പ്രവർത്തികൾ തെളിവാകുന്നു. അതും ഒരു വ്യക്തമാകുന്ന ലിസ്റ്റ് അല്ല. ഈ മുതലായവ എന്ന് തെളിവാകുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒത്തിരി കാര്യം ആഡ് ചെയ്യാം, മറന്നു പോകരുത്. എന്നിട്ട് പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പൊ ദൈവരാജ്യം അവകാശമാക്കാത്തതാരാണ്? ഈ വക പ്രവർത്തിക്കുന്നവർ. കാരണം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാ. ദൈവരാജ്യം ജാരശങ്കയല്ല, ദൈവരാജ്യം ക്രോധമല്ല, ദൈവരാജ്യം പകയല്ല, പിണക്കമല്ല, അസൂയല്ല, ഭിന്നതയല്ല. പിന്നെയോ ദൈവരാജ്യം നീതിയും സമാധാനവും
പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അതുകൊണ്ട് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവരാജ്യം അവകാശം. കാരണം ദൈവരാജ്യം എന്നുള്ളത് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ആകട്ടെ, പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ ആരും ചിന്തിക്കരുത് ഒരു ഒക്കേഷണൽ ലാപ്സ് ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചല്ല പൗലോസ് പറഞ്ഞത്. എപ്പോഴെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുന്നതും എപ്പോഴെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചും അല്ല പൗലോസ് പറഞ്ഞത്. പിന്നെ എന്തുവാ? ഇതൊരു ലൈസൻസ് ആക്കി ഇതിനകത്ത് തുടർന്ന് മോനെ അവിടെ വെക്ക്, ഇതിനകത്ത് തുടർന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് ഇതൊക്കെ അറിയാമല്ലോ, അതൊന്നും വലിയ വിഷയമല്ലെന്നേ. നമ്മളാരാണ്ട് വലിയ പാപം വല്ലതും ചെയ്യുന്നുണ്ട്. ഇത് വളരെ അപകടമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാ: ദൈവത്തിങ്കൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. 1 യോഹന്നാൻ 3:6 മുതൽ വായിച്ചാൽ വ്യക്തമാണ്. എന്താണ് പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ? അവനിൽ ഒരു പാപവും അവൻ ചെയ്യുന്നില്ലെന്നാണോ? അല്ല, അതിൻ്റെ അർത്ഥം അങ്ങനല്ല. കാരണം ആദ്യമേ തന്നെ പറയുന്നു, 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യുന്നു എങ്കിൽ ആരുണ്ട്? നീതിമാനായ ഒരു കാര്യസ്ഥൻ എവിടെ ഉണ്ട്? നമുക്ക് സ്വർഗത്തിലുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് വിശുദ്ധന്മാരോട് പറയുക. അപ്പൊ ഒക്കേഷണൽ ലാപ്സ് ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമല്ല ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. പിന്നെയോ, ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി വർഷം കഴിഞ്ഞിട്ടും ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മൂക്കെ ഒരു ഈച്ച വന്നിരുന്നു കഴിഞ്ഞാൽ വാളുകൊണ്ട് വെട്ടിക്കളയും. അതിനൊരു മാറ്റമില്ല. അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ടെമ്പറമെന്റിന്മേൽ നമുക്ക് കൺട്രോൾ ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ദൈവത്തിങ്കൽ നിന്ന് ശരിക്ക് ജനിച്ചോന്ന്. അങ്ങനെ ഉണ്ടാകുകയില്ലെന്നല്ല ഞാൻ പറഞ്ഞു. കാരണം സിൻ നേച്ചർ നമ്മളിൽ ഉള്ളിടത്തോളം ഉണ്ടായെന്ന് വരാം, ഫ്ലെയർ അപ്പ് ചെയ്തെന്ന് വരാം. പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് അനുതാപമില്ലാതെ, അതിനെക്കുറിച്ച് മാനസാന്തരമില്ലാതെ, ദൈവവചനപ്രകാരമല്ലാത്ത ചിന്തകളോ വാക്കുകളോ കോപമോ ക്രോധമോ ദ്വന്ദ്വപക്ഷമോ ഭിന്നതയോ ഉണ്ടായിട്ടും ഒരു മാനസാന്തരവുമില്ല, ഒരനുതാപവും ഇല്ലെങ്കിൽ അയ്യോ കഷ്ടം. അങ്ങനെയുള്ളവർ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ഞാൻ പറയുന്ന വാക്കല്ല പ്രിയരെ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇത് പറഞ്ഞേച്ച് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ? അല്ല, അല്ല പ്രിയരെ. ആഫ്റ്റർ ഓൾ നമ്മുടെ ജീവിതം എപ്പോൾ കഴിയുമെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. നാം സ്വർഗരാജ്യത്തിൽ കാണണം, നാം ദൈവരാജ്യത്തിൽ ഉണ്ടാകണമെന്ന ആത്മാർത്ഥമാകുന്ന താല്പര്യം ദൈവത്തിനുള്ളത് കൊണ്ടാണ് നമ്മെ ഈ വചനങ്ങൾ ദൈവം കേൾപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് പെട്ടെന്നൊന്ന് വരാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യവും അതിൻ്റെ 27-ാം വാക്യവും പെട്ടെന്നൊന്ന് വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ആ ആ ആ ആ ആ ആ ആ നോക്കുക, അവിടെ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. എല്ലാവരും ആ വേദഭാഗം ഒന്ന് എടുത്തേ. ആദ്യം ആ ലിസ്റ്റിൽ പറഞ്ഞേക്കുന്ന പേരാരുടെയാ? കൊലപാതകന്മാരെ എത്രാമത്താ പറഞ്ഞേക്കുന്നേ? 4-മത്. ശ്രദ്ധിക്കണേ, കൊലപാതകന്മാർ 4-മതാ. പക്ഷെ ഭീരുക്കൾ എവിടെയാ? 1-മതാ. അതിന്റെ കാര്യം എന്നാ? ആരാ ഈ ഭീരുക്കൾ?
ഭീരുക്കൾ ആരാന്ന് ഞാൻ പറയാം. ഭീരുക്കൾ മറ്റാരുമല്ല, അവർക്ക് മനുഷ്യന്റെ ഒപ്പീനിയനാ വലുത്, മനുഷ്യന്റെ അഭിപ്രായമാണ് അവർക്ക് വലുത്, വീട്ടുകാരാണ് അവർക്ക് വലുത്, ലോകത്തിലുള്ളവരാണ് അവർക്ക് വലുത്, അവര് പറയുന്ന അഭിപ്രായമാണ് അവർക്ക് വലുത്. അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട്. ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് കൂട്ടായ്മകളിലൊക്കെ പോകുമായിരുന്നു. കൂട്ടായ്മകളിലൊക്കെ പോകാൻ ഇഷ്ടമായിരുന്നു. കാരണം പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ദൂരെയുള്ള ഒരു സ്ഥലത്ത് കൂട്ടായ്മയ്ക്ക് പോയി. പിറ്റേ ദിവസം കോളേജിൽ ചെന്നപ്പം എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ എന്നോട് ചോദിച്ചു, എടാ നീ ഇപ്പോൾ പെന്തക്കോസ്തിലാണോ? ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന കാര്യം അവൻ അറിയത്തേ ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഞാൻ അവിടെ പോയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം എന്നോട് കരുണ ചെയ്ത് ഞാൻ വീണ്ടും ജനിച്ചപ്പം ഞാൻ ആദ്യം ചെയ്ത കാര്യം ഞാൻ ഇന്നും മറക്കത്തില്ല. ഞാൻ ആദ്യം ചെയ്ത കാര്യം ഒരു വലിയ വേദപുസ്തകം എടുത്ത് എൻ്റെ ദേശത്തൂടെ നടന്നു പോയി ഞാൻ കൂട്ടായ്മയ്ക്ക് പോയ കാര്യം ആദ്യം ചെയ്തത്. പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഭീരുക്കൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല. മനുഷ്യൻ്റെ അഭിപ്രായമാണ് അവർക്ക് വലുത്. മനുഷ്യൻ കാണുമോ എന്നാണ് അവർക്ക് പേടി. അവർക്ക് അക്നോളജ് ചെയ്യാൻ പേടിയാ. വീട്ടുകാരറിയുമോ എന്നാ പേടി. അവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. കൊലപാതകന്മാരെക്കാളും ദൈവത്തിന് അറപ്പായിരിക്കുന്നത് അവരെയാ. അതുകൊണ്ടാണ് ആദ്യം അവരുടെ പേരെഴുതിയേക്കുന്നത്. ഭീരുക്കൾ, പിന്നെ അവിശ്വാസികൾ. നാം മനസ്സിലാക്കണം, ദൈവ മുൻപാകെ, മനുഷ്യൻ്റെ മുൻപാകെ യോഗ്യമെന്ന്, മനുഷ്യൻ്റെ മുൻപാകെ മാന്യമെന്ന് കാണുന്ന കാര്യമൊന്നും ദൈവ മുൻപാകെ അത്ര മാന്യമൊന്നും അല്ല കേട്ടോ. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 16:15. അപ്പോൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അവരുടെ ഓഹരി എവിടെയാ? തീപ്പൊയ്കയില്ല, നിത്യ നരകത്തില്ല. 27 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 21:27 വെളിപ്പാട്. ശ്രദ്ധിക്കണേ, അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കിടക്കുകയില്ല. വ്യക്തമല്ലേ വാക്യങ്ങൾ? വിശദീകരണം വേണ്ടല്ലോ, വ്യാഖ്യാനം വേണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്ക് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമേ ഇല്ല. പന്നിയിറച്ചി തിന്നാമോ തിന്നുകയില്ലയോ എന്നുള്ളതിനെ കുറിച്ച് വ്യാഖ്യാനം വേണ്ടി വന്നേക്കാം. പക്ഷേ അത് തിന്നാലും കുഴപ്പമില്ല, തിന്നില്ലേലും കുഴപ്പമില്ല. കാരണം ഇവിടം കൊണ്ട് അതങ്ങ് നശിച്ചു പോകും. അത് വലുതായിട്ട് ഇനിയും 2 സാക്ഷികൾ ആരാണെന്ന് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. 2 സാക്ഷികൾക്ക് വരം നൽകുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. 2 സാക്ഷികളെന്നേ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞില്ല. അവരാരാണെന്ന് അറിഞ്ഞില്ലേലും ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. എന്നാൽ പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യകതയില്ലാതെ ഏതൊരുവനും, പണ്ഡിതനോ പാമരനോ ബുദ്ധിയുള്ളവനോ ഇല്ലാത്തവനോ, ആർക്കും മനസ്സിലാകത്തക്കതുപോലെയാ എഴുതിയിരിക്കുന്നത്. വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല, സ്വർഗരാജ്യം നീ കാണുകയില്ല എന്ന് യേശു പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെയാണ്. തന്നെ തന്നെ ത്യജിക്കാതെ എന്നെ അനുഗമിക്കാൻ വരുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ലെന്ന് യേശു പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെയാ. അതിന് വ്യാഖ്യാനം വേണ്ട, വ്യക്തമല്ലേ അത്?
ഇന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെയാ, അതിന് വ്യാഖ്യാനം വേണ്ട. വ്യക്തതയോടെ നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം. ആകട്ടെ, ഈ സ്വർഗരാജ്യം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താ? നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു. ഇന്നവരൊക്കെ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ഫൈൻ. എന്നാൽ ഈ സ്വർഗരാജ്യത്തിൻ്റെ സവിശേഷത എന്താ? ഈ സ്വർഗരാജ്യം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താ? ഒരു വാക്യം ഒന്ന് വായിക്കാം. അത് വായിച്ച് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം ചില മിനിറ്റുകൾക്കുള്ളിൽ. എബ്രായർ 12:28, ഹീബ്രൂസ് 12:28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് അപ്പോൾ ഇളകാത്ത രാജ്യം മുമ്പേ നമ്മൾ കണ്ടത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇന്നവരൊക്കെ സ്വർഗരാജ്യം അവകാശം ആക്കുകയില്ല. എന്നാൽ പോസിറ്റീവായിട്ട് നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ആ ഇളകാത്ത രാജ്യം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താ? ഈ രാജ്യത്തെക്കുറിച്ച് പല കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ച കാര്യം തന്നെ. അതിന് 12 മുതലുള്ള വാക്യങ്ങൾ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. സ്ഥൂലമായതും തീ കത്തുന്നതും. സ്ഥൂലമായത് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നതും തൊടാവുന്നതും ആയതിൻ്റെ അടുക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് ഉള്ള കാര്യങ്ങളല്ല. പിന്നെയോ താഴോട്ട് പറയുന്നുണ്ട്, അതിൻ്റെ 22-ാം വാക്യം മുതൽ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും സർവസംഘത്തിനും പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ. അപ്പോൾ മുകളിൽ പറഞ്ഞേക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതിൻ്റെ അടുക്കലല്ല വന്നേക്കുന്നത്, കാണാൻ കഴിയുന്നതിൻ്റെ അടുക്കലല്ല. പിന്നെയോ ഒന്ന്, ഈ രാജ്യം ആത്മീകമാണ്. ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികം അല്ല, സ്വർഗീയ രാജ്യം. ആകട്ടെ, താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യം നിത്യരാജ്യമാണ്, നിലനിൽക്കുന്ന രാജ്യമാണ്, ഇളകുന്ന രാജ്യമല്ല, ഇളക്കമില്ലാത്ത രാജ്യം. അതുമാത്രമല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 25-ാമത്തെ വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിക്കാം. അരുളി ചെയ്തവനെ നോക്കുവിൻ. നോക്കണം, ശ്രദ്ധിക്കണം. ഇത് ഐഹികമായതും ആത്മീകവും സ്വർഗീയമായതും തമ്മിലുള്ളതാകുന്ന കോൺട്രാസ്റ്റ്. മുകളിൽ പറഞ്ഞു സ്ഥൂലമായത് തീ കത്തുന്നത്, സിനായി പർവ്വതത്തിൻ്റെ ആ സീൻ അവിടെ പറഞ്ഞു. ഭൂമിയിൽ അരുളി ചെയ്യുന്നവനെ നിരസിച്ചവർക്ക് എന്ത് കിട്ടി? തെറ്റിയൊഴിയാതിരുന്നു. ആരാ ഭൂമിയിൽ അരുളി ചെയ്തവൻ? മോശയിൽ കൂടെ ലഭിച്ച ന്യായപ്രമാണം. ആ ന്യായപ്രമാണം പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയിൽ ഭൂമിയിൽ അരുളി ചെയ്തവൻ. ആ ന്യായപ്രമാണം ലംഘിച്ചവന് എന്ത് കിട്ടി? ശിക്ഷ കിട്ടി. അങ്ങനെയെങ്കിൽ പുതുനിയമത്തിൻ്റെ സവിശേഷത എന്ത്? അത് ഭൗമികമല്ല, സ്വർഗീയമാണ്. ശ്രദ്ധിക്കണേ, പഴയ നിയമം ഭൂമിയിൽ അരുളി ചെയ്തവൻ, പുതിയ നിയമം എന്നുള്ളത് സ്വർഗത്തിൽ നിന്നും അരുളി ചെയ്തു. പഴയ നിയമം എന്നുള്ളത് സ്വർഗത്തിൽ നിന്ന് തന്നെയുള്ള വാക്യങ്ങൾ തന്നെയെങ്കിലും ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് മോശ മുഖാന്തരം. എന്നാൽ പുതിയ നിയമമോ പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു അരുളി ചെയ്തു. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞതിനെ നമ്മൾ നിസ്സാരമായി എടുത്താൽ തെറ്റിയൊഴിയുമോ? അതനുസരിച്ചേ പറ്റൂ. മനസ്സിലായോ? വി മസ്റ്റ് ബി ഒബീഡിയൻറ്റ്. 2, അതിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ കാണുന്നു,
ഇളക്കമുള്ള കാര്യം. ഭൂമിയെ അവൻ എന്ത് ചെയ്യാൻ പോകുകയാ? ഭൂമിയെ ഇളക്കി. ശ്രദ്ധിക്കണം. പണ്ട് ഭൂമിയെ മാത്രമേ ഇളക്കിയുള്ളെങ്കിൽ ഇനി ആകാശത്തെ കൂടെ ഇളക്കാൻ പോകാം. അപ്പൊ ഈ ഇളക്കങ്ങളൊക്കെ കേട്ടിട്ട് ദൈവജനത്തിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാ പറഞ്ഞു വരുന്നതിന്റെ കാര്യം മനസ്സിലാക്കണേ. ഇളകാത്ത രാജ്യം പ്രാപിക്കാനുള്ളവരാ ആര്? നമ്മൾ. അതുകൊണ്ട് ഇളക്കം വരുന്നെന്നും കാറ്റടിക്കാൻ പോകുന്നെന്നും സുനാമി അടിക്കാൻ പോകുന്നെന്നും ഭൂകമ്പം വരുന്നെന്നും പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് കൺസേൺഡ് അല്ലല്ലോ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാ. ലോകത്തിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും. അത് കേൾക്കുമ്പം ദൈവജനത്തിനല്ല പരിഭ്രമം, പിന്നെ ആർക്കാ പരിഭ്രമം? ഒരു വാക്യം വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 21, 25, 26 വാക്യങ്ങൾ. ലൂക്സ് ഗോസ്പൽ 21, 25, 26. സൂര്യനിലും ചന്ദ്രനിലും, ശ്രദ്ധിക്കണേ, ഭൂമി മാത്രമല്ല, ആകാശത്തെ ഇളക്കാൻ പോകുക. നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. വായിച്ചു. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ആർക്കാ പരിഭ്രമം നിരാശയോടുകൂടിയതുണ്ടാകാൻ പോകുന്നേ? ആർക്കാ? ഭൂമിയിലെ ജാതികൾക്ക്. ദൈവജനത്തിനാണോ? അല്ല. അപ്പൊ സുനാമി അടിക്കാൻ പോകുന്നെന്നും കാറ്റടിക്കാൻ പോകുന്നെന്നും നമ്മൾ വേണ്ട പ്രിക്കോഷൻ എടുക്കണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇതൊന്നും കേട്ടാ നിരാശയോടെ പരിഭ്രമം, അയ്യോ ഇവിടുത്തെ ജോലി എന്താകും, ഇവിടെ ഒരു കിളക്കം വരും, എൻ്റെ പൊന്നെ തീർന്നു. ഇതിൻ്റെ ആവശ്യം ദൈവജനത്തിനില്ല. ഈ പരിഭ്രമം ഉണ്ടാകുന്നത് ഭൂമിയിലെ ജാതികൾക്കാണെന്ന് യേശു പറഞ്ഞു. മനസ്സിലാക്കണേ. ഇവിടെ എന്നോ സംഭവിച്ചാലും വി മസ്റ്റ് പ്രേ ഫോർ ദിസ് നേഷൻ ആൻഡ് ഫോർ എവറി നേഷൻ. നമ്മൾ താമസിക്കുന്നിടത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. ഒത്തിരി പേര് കഷ്ടപ്പെടുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആയിരിക്കണം. അതൊന്നും അങ്ങനെ അല്ലെന്നോ അതിനെ കണ്ണടച്ച് വിടണമെന്നോ അല്ല ഞാൻ പറയുന്നത്. അതല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് ഇത് കേൾക്കുമ്പോൾ പരിഭ്രമിച്ച് പേടിച്ച് ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ടെന്നാൽ 7 വെള്ളിയാഴ്ച ഉപവസിച്ചേക്കാമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഉപവസിക്കുകയൊന്നും വേണ്ട. ഭൂകമ്പം ഉണ്ടാകട്ടെ എന്നാൽ ഉപവസിച്ചോ? എന്തിനു വേണ്ടി ഉപവസിക്കണം? കർത്താവേ, ഈ ഭൂകമ്പം ഉണ്ടായി ഞാനിവിടെ മരിച്ച് മണ്ണിൻ്റെ അടിയിൽ പോയാലും ഞാൻ നിത്യരാജ്യത്തിൽ അങ്ങയോടൊപ്പം കാണണമേ, അതിനായിട്ട് എന്നെ ഞാൻ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞു ഉപവസിച്ചു. നിനക്ക് നന്മ വരും. അതിനാണ് നമ്മൾ ഉപവസിക്കേണ്ടത്. അപ്പൊ ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ദൈവജനത്തിനുണ്ടാകേണ്ട കാര്യം ഇല്ലെന്നാ വേദപുസ്തകം പഠിപ്പിക്കുന്നേ. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കൊന്നും വ്യാഖ്യാനം വേണ്ട, വ്യക്തമാണ്. അപ്പം ഇതൊന്നും കേട്ട് പേടിക്കണ്ട. അങ്ങനെ അതടിക്കാൻ പോകുന്നു ഇതടിക്കാൻ പോകുന്നതൊന്നും വന്ന് പറയേണ്ട കാര്യവുമില്ല. നേരെ മറിച്ച് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവജനത്തെ, ദൈവസഭയെ രക്ഷിക്കണമെങ്കിൽ ദൈവം തന്നെ ആദ്യമേ അത് ചെയ്തോളും. അതിന് റീസെന്റ് 2005 നമ്മുടെ ദേശത്തൊക്കെ സുനാമി അടിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ദൈവജനത്തെ പരിപാലിച്ച എത്രയോ സാക്ഷ്യങ്ങളുണ്ട്. അപ്പം നമ്മളെന്തിനാ പേടിക്കേണ്ടത്? എന്നാൽ അതേസമയം ശ്രീലങ്കയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന സഭായോഗമായി കൂടി വന്ന ഒരു സഭാ ഹാൾ ഉൾപ്പെടെ സമ്പൂർണമായി പോയ കാര്യമുണ്ട്. സോ വി ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. നമ്മുടെ ആയുസ് കുറച്ചുകൂടെ ഈ ഭൂമിയിൽ വേണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം നോക്കിക്കൊള്ളും. വൈ യു വറി അബൌട്ട് ദാറ്റ്? നമ്മൾ വറി ചെയ്യേണ്ടത് അതിനെക്കുറിച്ചല്ല. നമ്മൾ വറി ചെയ്യേണ്ടത് നിത്യരാജ്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. ഇവിടെ എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഇളകുന്നതാ.
കാരണം പണ്ട് ഭൂമിയെ ഇളക്കിയുള്ളെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഭൂമിയെ മാത്രമല്ല, ആകാശത്തെയും ഇളക്കാൻ പോകുകയാ. നക്ഷത്രങ്ങളിലും സൂര്യനിലും ലക്ഷണങ്ങളുണ്ടാകും. ഭൂമിയിൽ ലോകത്തിനെന്തു ഭവിക്കാൻ പോകുന്നു എന്ന് മനുഷ്യർ പേടിച്ച് നിർജീവന്മാരാകുമ്പോൾ യേശു പറയുക, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പേടിക്കണ്ട. ഇതൊക്കെ കാണുമ്പോൾ അവൻ വാതുക്കലായിരിക്കുന്നു, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. ഭൂമിയിലെ ജാതികൾക്കും നിരാശയും പരിഭ്രമവും ഉണ്ടാകുമ്പോൾ ദൈവരാജ്യം കാത്തിരിക്കുന്ന ഒരു വിശുദ്ധന് പരിഭ്രമമല്ല, അവന് സന്തോഷമാണ്, അവന് പ്രത്യാശയാണ്. എൻ്റെ വീണ്ടെടുപ്പ് അടുത്തല്ലോ. ആകയാൽ നന്ദിയുള്ളവരായി പ്രസാദം വരുമാറ് നാം സേവ ചെയ്യുക. പ്രസാദം വരുമാറ്, ദൈവത്തിന് പ്രസാദം വരുമാറ് നമ്മൾ സേവ ചെയ്യണം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. പ്രസാദം വരുമാറുള്ള സേവ എങ്ങനെയാ ചെയ്യേണ്ടത്? പെട്ടെന്നൊന്ന് വായിച്ച് ആ വീട്ടിൽ പോയി ഭാഗം മുഴുവൻ വായിച്ചു. ഞാൻ ആരംഭ ഭാഗം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കണം, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം എങ്ങനെ നടക്കണം? ഹൗ യു ഷുഡ് ബിഹേവ്. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പേര് പരിശുദ്ധാത്മാവെന്ന. അങ്ങനെ ചെയ്യാത്തവനെ ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി നന്ദിയുള്ളവരായി പ്രസാദം വരുമാറ് നമുക്ക് സേവ ചെയ്യാം. കാരണം നമ്മുടെ ദൈവം സ്നേഹവാനാണ്, എന്നാൽ അതേസമയം അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭയത്തോടെ നന്ദിയുള്ളവരായി പ്രസാദം വരുമാറ് സേവ ചെയ്യാം. അന്യായം പ്രവർത്തിക്കുന്നവർ ആരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. നമ്മുടെ കർത്താവ് വരുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്നുകൂടെ പരിശോധിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ സകല സത്യത്തിലും നമ്മെ വഴി നടത്തട്ടെ. അതിനായി നമുക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.